നമസ്കാരം. എല്ലാ പ്രിയപ്പെട്ടവർക്കും മുരളി നെല്ലനാട് നോവൽസിലേക്ക് സ്വാഗതം. മുരളി നെല്ലനാട് എഴുതിയ നോവൽ മർമ്മരം തുടരുന്നു. അധ്യായം 29. മധുചന്ദ്രൻ രാവിലെ പോയത് കോഴിക്കോട്ടേക്ക് തന്നെയാണെന്ന് സുജാതയ്ക്ക് മനസ്സിലായി. അയാൾ പുറപ്പെടാൻ നേരം ഓഫീസിലുള്ള മറ്റൊരാൾ കൂടെ പോകാനായി വീട്ടിലെത്തിയിരുന്നു. 9 മണി കഴിഞ്ഞപ്പോൾ ഓഫീസിൽ പോകാനായി അവൾ വീട് പൂട്ടിയിറങ്ങി. ഗേറ്റ് വിട്ട് ഒരു ഓട്ടോ കിടക്കുന്നത് കണ്ട് അവൾ വേഗം അടുത്തേക്ക് ചെന്നു. ഡ്രൈവിംഗ് സീറ്റിലിരുന്നത് ഭവാനിയായിരുന്നു. സുജാതയുടെ മനസ്സൊന്നും അടിച്ചു. ലയയുടെ അമ്മ കേറിക്കോ, ഒന്ന് നേരിൽ കാണാൻ ഞാൻ കാത്തു കിടന്നതാ. അവൻ എന്തോ പറയാനുണ്ടെന്ന് അവൾക്ക് തോന്നി. അവൾ ഓട്ടോയിൽ കയറി. ഓട്ടോ മുന്നോട്ട് നീങ്ങി. യദുവേട്ടനെ ഞാനാ എയർപോർട്ടിൽ കൊണ്ടുവിട്ടത്, ഭവാനി പറഞ്ഞു. അവൾ മിണ്ടാതിരുന്നു. ലയയുടെ വിശേഷങ്ങളൊന്നും നിങ്ങൾ അറിയാറില്ലേ? ഇന്നലെ ബൈപ്പാസിൽ റോഡിൽ വെച്ച് സന്ധ്യയ്ക്കൊരാൾക്കൂട്ടം കണ്ട് ഞാൻ ഓട്ടോ നിർത്തിയിറങ്ങി. അവിടെ കണ്ട കാഴ്ച മനസ്സ് പൊള്ളിച്ചു കളഞ്ഞു. എന്താ? സുജാതയിൽ ഒരു വേവുണ്ടായി. കാറിൽ നിന്ന് ലയയെ പിടിച്ചിറക്കി റോഡിൽ കാഴ്ചക്കാരുടെ മുന്നിൽ വെച്ച് അരുൾ അവളെ ക്രൂരമായി തല്ലുന്നതാ കണ്ടത്. നോ, നീ കള്ളമാ പറയുന്നത്. സുജാത മുന്നോട്ടാഞ്ഞു. നിങ്ങൾ പഴയ കാര്യങ്ങൾ വച്ച് എന്നെ വിലയിരുത്തരുത്. എൻ്റെ മനസ്സിൽ ഒരു പ്രതികാര ചിന്തയുമില്ല. എനിക്കും ലയയ്ക്കും ഇടയിൽ എന്താ ഉണ്ടായതെന്ന് നിങ്ങൾക്കറിയോ? നീ വണ്ടി നിർത്ത്. അവൻ ഓട്ടോ നിർത്തി. അവൾ പുറത്തിറങ്ങിയപ്പോൾ അവനും ഇറങ്ങി വന്നു. എന്താ നീ പറയാൻ വന്നത്? ആദ്യമായി എൻ്റെ കാര്യം ലയ അമ്മയോട് പറഞ്ഞ ദിവസം ഓർക്കുന്നുണ്ടോ? നിങ്ങളുടെ സംസാരം മധുസാർ ഒളിഞ്ഞു നിന്ന് കേട്ടിരുന്നു. അന്ന് സന്ധ്യയ്ക്ക് എൻ്റെ വീട്ടിൽ വന്ന അമ്മയുടെ മുന്നിൽ വെച്ച് ഭീഷണിപ്പെടുത്തി. ഭവാനി എല്ലാ സംഭവങ്ങളും പറഞ്ഞു. അവൾ പുറത്തുവെച്ചു കാണാൻ എന്നെ വിളിച്ചിട്ട് ഞാൻ പോകാതിരുന്നത് അതുകൊണ്ടാണ്. സുജാത നടുക്കത്തോടെ നിന്നു. ആ മനുഷ്യൻ നടത്തിയത് ഡബിൾ പ്ലേ ആയിരുന്നു. ലയയ്ക്ക് എന്നോടുള്ളത് പകയാണെന്ന് ഇന്നലെ എനിക്ക് മനസ്സിലായി. അരുൺ തൻ്റെ ആരുമല്ലെന്ന് അവിടെ നിന്ന് അലമുറയിട്ടവൾ എന്നെ കണ്ടതും അവൻ്റെ കൂടെ പോയി. എൻ്റെ ദൈവമേ, ഞാൻ ഇതൊക്കെ എങ്ങനെ വിശ്വസിക്കും? അവൾ ഫോൺ സ്വിച്ച് ഓഫാക്കി വെച്ചിരിക്കുക. ആ വീട്ടിൽ വെച്ച് അവൾ മാനസിക പീഡനം മാത്രമല്ല, ദേഹോപദ്രവവും ഏൽക്കുന്നുണ്ട്. അടിക്കുകയും തൊഴിക്കുകയും നിലത്തിട്ട് ചവിട്ടി അരയ്ക്കുകയുമാ അവളുടെ ഭർത്താവ്. നിങ്ങൾ നൊന്ത് പ്രസവിച്ചതല്ലേ അവളെ? ഇതൊക്കെ നിങ്ങൾ അറിയുന്നില്ലെന്ന് പറഞ്ഞാൽ വിശ്വസിക്കാൻ പ്രയാസാ. വിവരവും വിദ്യാഭ്യാസവും ഉള്ളവരുമെന്ന് പറഞ്ഞിട്ട് എന്തു കാര്യമാ ഉള്ളത്? അവിടം വരെ ചെന്ന് അന്വേഷിക്കാനുള്ള മനസ്സെങ്കിലും ഒരമ്മ എന്ന നിലയിൽ നിങ്ങൾ കാണിക്കേണ്ടതല്ലേ? അവിടുത്തെ കാര്യങ്ങൾ നീ എങ്ങനെ അറിഞ്ഞു? ചതഞ്ഞ സ്വരത്തിൽ സുജാത ചോദിച്ചു. ആ വീട്ടിലെ വീട്ടുപണിക്കാരി എൻ്റെ ബന്ധുവാ. അവർ എൻ്റെ വീട്ടിൽ വന്നപ്പോൾ അമ്മയോട് പറയുന്നത് കേട്ടതാ. നിങ്ങളുടെ വീട്ടിൽ ഫ്ലാറ്റ് വാങ്ങുന്ന കാര്യവുമായി അവളും ഭർത്താവും വന്നില്ലേ? അത് കിട്ടാത്തതിൻ്റെ കലി അവൻ തീർത്തത് അവളിലാണ്. വീട്ടുകാരുടെ മുന്നിലിട്ട് ഹോളിൽ നിന്ന് തുടങ്ങിയ മർദ്ദനമായിരുന്നു. മുടിക്കുത്തിനു പിടിച്ച് മുകളിലേക്ക് വലിച്ചിഴച്ചുകൊണ്ടു പോയത്രേ. സുജാത നെഞ്ചുകൊട്ടി കരഞ്ഞു. അവൾക്ക് നിങ്ങളോടും പകയുണ്ട്. എന്തൊക്കെ സഹിച്ചാലും അവൾ നിങ്ങളെ വിളിക്കില്ല. എല്ലാം ശരിയാവുമെന്ന് കരുതി കാത്തിരുന്നാൽ കാണേണ്ടി വരുന്നത് അവളുടെ ശവമായിരിക്കും. പിന്നീട് പശ്ചാത്തപിച്ചിട്ടൊന്നും കാര്യമില്ല. പല രക്ഷിതാക്കൾക്കും സംഭവിച്ചിട്ടുള്ളത് ഇതൊക്കെ തന്നെയാ. ഭവാനി തുറന്നടിച്ചു. നീ വണ്ടിയെടുക്ക്. എൻ്റെ കുട്ടിയെ എനിക്ക് വേണം. കരഞ്ഞുകൊണ്ട് സുജാത ഓട്ടോയിൽ കയറി. അരുണിൻ്റെ വീട്ടിലേക്ക് ഭവാനി ഓട്ടോ പറപ്പിച്ചു വിട്ടു. ഗേറ്റിനു മുന്നിൽ ഓട്ടോ നിന്നതും സുജാത വീടിനു നേരെ ഓടിച്ചെന്നു. ബെല്ലടിച്ചപ്പോൾ വാതിൽ തുറന്നത് പ്രമീളയായിരുന്നു. ലയ എവിടെയാ? അവൾ മുകളിലെ മുറിയിലുണ്ട്. തലവേദനയാന്ന് പറഞ്ഞ് ഇപ്പോൾ കയറിപ്പോയതേയുള്ളൂ. ഞാൻ വിളിക്കാം. മറുപടി പറയാതെ സുജാത പടവുകൾ കയറി. അടഞ്ഞ വാതിൽ തള്ളിയപ്പോൾ അത് തുറന്നു. ലയ ബെഡിൽ ചുരുണ്ടുകിടക്കുന്നത് കണ്ടു. മോളെ! സുജാത കരച്ചിലോടെ ഓടിച്ചെന്നു
അമ്പരപ്പോടെ ലയ എഴുന്നേറ്റിരുന്നു. അവളുടെ മുഖം കണ്ടതും സുജാതയുടെ ഉള്ളു കാളിപ്പോയി. അടിയേറ്റു കവിളുകൾ തിണർത്തിരിക്കുന്നു. എൻ്റെ കുട്ടിയെ ഇവിടെ ഇട്ട് കൊല്ലാക്കൊല ചെയ്യുവാണോ? അവളെ നെഞ്ചോട് ചേർത്ത് സുജാത പൊട്ടിക്കരഞ്ഞു. ഞാൻ മരിച്ചു പോവും അമ്മേ, എൻ്റെ ഫോൺ അയാൾ പിടിച്ചു വാങ്ങി. ലയ കരഞ്ഞു. നിന്നെ കൊണ്ടുപോകാനാ ഞാൻ വന്നത്. നിനക്കിനി ഇങ്ങനെയൊരു ജീവിതം വേണ്ട മോളെ. വാ, നമുക്ക് പോകാം. സുജാത അവളെ പിടിച്ചെഴുന്നേൽപ്പിച്ചു. സുജാത വേഗം ചെന്ന് അലമാര തുറന്ന് അവളുടെ സ്വർണ്ണാഭരണങ്ങളിരുന്ന ബാഗ് എടുത്തു. ലയയുമായി സുജാത പുറത്തിറങ്ങിയതും പ്രമീള അവിടെ പതുങ്ങി നിൽപ്പുണ്ടായിരുന്നു. എൻ്റെ മോൾക്കൊരു ജീവിതം കിട്ടില്ലെന്ന് മനസ്സിലായി. നിങ്ങളൊക്കെ കൊന്നു തിന്നുന്നതിന് മുൻപേ ഞാനെൻ്റെ കുട്ടിയെ കൊണ്ടുപോവുകയാ. പറഞ്ഞേക്ക്. സുജാത ലയയുടെ കൈ പിടിച്ച് താഴെ വന്നു. തങ്കമണി അത് കാണുന്നുണ്ടായിരുന്നു. ഗേറ്റ് കടന്ന് അവർ ഓട്ടോയിൽ കയറി. ഭവാനി ഒന്ന് തിരിഞ്ഞു നോക്കിയപ്പോഴാണ് അവനെ അവൾ കണ്ടത്. ഓട്ടോ വേഗത്തിൽ മുന്നോട്ട് നീങ്ങി. ഭവാനി പറഞ്ഞപ്പോഴാ മോളെ അമ്മ കാര്യങ്ങൾ അറിയുന്നത്. നിന്നെ വിളിച്ചാലും കിട്ടില്ല. ഇനി നിന്നെ ഞാൻ അങ്ങോട്ട് വിടില്ല. ലയ ശബ്ദിക്കാതെ ഇരുന്നു. അവൾ അത് ഊഹിച്ചിരുന്നു. അവരെ വീട്ടിൽ കൊണ്ടുചെന്ന് വിട്ടിട്ട് ഭവാനി പോയി. സുജാത വാതിൽ തുറന്ന് അകത്തു കയറി. ലയ ചെന്ന് സെറ്റിയിൽ വീണു. സുജാത വാതിലടച്ചു കുറ്റിയിട്ടു. നീ മനപൂർവ്വം വിളിക്കാത്തതെന്നാ ഞാൻ കരുതിയത്. ഒരിക്കൽ മടങ്ങിപ്പോകുന്നില്ലെന്ന് ഞാൻ പറഞ്ഞപ്പോ അമ്മയല്ലേ എന്നെ അയാൾക്കൊപ്പം തള്ളിവിട്ടത്. ഇപ്പോ മറ്റൊരാളിൽ നിന്ന് എൻ്റെ അവസ്ഥ അറിയേണ്ടി വന്നു. ഭവാനി എന്നോട് ചില കാര്യങ്ങൾ പറഞ്ഞു. നിന്റെ അച്ഛൻ നമ്മളറിയാതെ ചില കരുനീക്കങ്ങൾ നടത്തിയിരുന്നു. നിന്നോട് സംസാരിക്കുന്നതിനു മുൻപേ അവനെ ഭീഷണിപ്പെടുത്തി. ഭവാനിയിൽ നിന്നറിഞ്ഞ വിവരങ്ങൾ സുജാത അവളെ ധരിപ്പിച്ചു. തൻ്റെ സംശയങ്ങൾ സത്യമായിരുന്നെന്ന് ലയയ്ക്ക് മനസ്സിലായി. എന്തിനാണമ്മേ അച്ഛൻ എന്നോടിങ്ങനെ ഒരു ചതി ചെയ്തത്? ധൃതി പിടിച്ചെൻ്റെ വിവാഹം നടത്തിയിട്ട് അച്ഛൻ എന്താ നേടിയത്? ലയയുടെ സ്വരം ഇടറി. അമ്മ നെഞ്ചിൽ കൊണ്ട് നടക്കുന്ന ഒരു അഗ്നികുണ്ഡമുണ്ട് മോളെ. ഇനി നീയും അതറിയണം. ഇന്നുവരെ നമ്മളറിഞ്ഞ മനുഷ്യനല്ല അത്. അയാൾ നമ്മുടെ ശത്രുവാ. എൻ്റെ സർവ്വതും അപഹരിച്ച വഞ്ചകൻ. സുജാതയുടെ മുഖം വലിഞ്ഞു മുറുകി. അമ്മേ, നിന്റെ കല്യാണത്തിന് 1.5 പവൻ്റെ വളയുമായി വന്ന വരദ എന്ന സ്ത്രീയും ആ പെണ്ണും ആരാണെന്ന് നിനക്കറിയണ്ടേ? നിന്റെ അച്ഛൻ്റെ 2ാം കെട്ടുകാരിയും അവൾക്കുണ്ടായ മോളും. ലയയുടെ നെഞ്ചിനുള്ളിൽ ഒരു സ്ഫോടനമുണ്ടായി. സുജാത എല്ലാം വെട്ടിത്തുറന്നു പറഞ്ഞു. അന്ന് അരുണിൻ്റെ കൂടെ നിന്നെ ഞാൻ പറഞ്ഞുവിടാൻ കാരണം അതായിരുന്നു. ഈ വീടിൻ്റെ ആധാരം വരദയുടെ കയ്യിലാ. അവൾ മോളുമായി വന്നാൽ നമുക്കിറങ്ങിപ്പോകാതെ വേറെ വഴിയില്ല. സുജാത നിയന്ത്രണം വിട്ടു കരഞ്ഞു. ലയ തരിച്ചിരുന്നു. പുറത്തൊരു വാഹനം വന്നു നിൽക്കുന്ന ഒച്ച കേട്ടു. സുജാത പിടഞ്ഞെഴുന്നേറ്റു. അരുണാണെന്ന് തോന്നുന്നു. നീ റൂമിലേക്ക് പോ. അമ്മ ധൈര്യമായിരിക്കെ. അയാൾ എന്നെ ഒരു ചുക്കും ചെയ്യില്ല. ഈ വരവ് പ്രതീക്ഷിച്ചതല്ലേ നമ്മൾ. കോളിംഗ് ബെല്ലിനു പുറമെ വാതിലിൽ അടിക്കുന്ന ശബ്ദവും കേട്ടു. ലയ മുന്നോട്ട് ചെന്നു. വേണ്ട, ഞാൻ വാതിൽ തുറക്കാം. നീ മുകളിലേക്ക് പോ. അയാളെ പേടിച്ച് ജീവിക്കാൻ പറ്റുമോ? ഇവിടെ കയറി വന്ന് അയാൾ എന്താ ചെയ്യാൻ പോകുന്നതെന്ന് എനിക്ക് കാണണം. ലയ ചെന്ന് കുറ്റി നീക്കി വാതിൽ തുറന്നതും അവളെ തള്ളി മാറ്റി അരുണും 2 പേരും അകത്തു കയറി. കടക്കടാ പുറത്ത്. ലയ വിറച്ചുകൊണ്ട് വിരൽ ചൂണ്ടി. പൊക്കടാ അവളെ. കൂടെ വന്നവരോട് അരുൺ അലറി. അവർ പാഞ്ഞു വന്നതും ലയ ഓടാൻ തുടങ്ങി. അയ്യോ, എൻ്റെ മോളെ! മുന്നോട്ട് വന്ന സുജാതയുടെ മുന്നിൽ കയറി അരുൺ നിന്നു. എൻ്റെ വീട്ടിൽ കയറി മോളെ കൂട്ടിക്കൊണ്ടു പോകാൻ മാത്രം ധൈര്യം വന്നോ? സ്റ്റെയർകേസ് കയറാൻ തുടങ്ങിയ ലയയെ പിന്നിൽ വന്നയാൾ അരയിൽ കൈ ചുറ്റി പൊക്കിയെടുത്തു. മറ്റേയാൾ അവളുടെ കാലുകൾ കൂട്ടിപ്പിടിച്ചു. കൊണ്ടുപോ, അരുൺ ആജ്ഞാപിച്ചു. അയ്യോ, എൻ്റെ കുട്ടിയെ ഒന്നും ചെയ്യരുതേ! ലയയുടെ പിന്നാലെ ഓടാൻ തുടങ്ങിയ സുജാതയെ അരുൺ ഊക്കോടെ സെറ്റിയിലേക്ക് തള്ളിയെറിഞ്ഞു. ലയയുമായി കൂടെ വന്നവർ പുറത്തേക്കു കടന്നിരുന്നു. അവളുടെ കരച്ചിലും എതിർപ്പും അവർ കാര്യമാക്കിയില്ല. എഴുന്നേൽക്കാൻ തുടങ്ങിയ സുജാതയുടെ അടുത്തേക്ക് വിരൽ ചൂണ്ടി അരുൺ നിന്നു.
ഞാൻ കൊണ്ടുപോകുന്നത് എൻ്റെ ഭാര്യയെയാ. അവളെ കെട്ടിച്ചു വിട്ടതോടെ ബാധ്യത തീർത്തവരല്ലേ നിങ്ങൾ. ഇനി അവളുടെ പിന്നാലെ വന്നേക്കരുത്. കൈവിരൽ ചലിപ്പിച്ച് അരുൺ പുറത്തേക്ക് പോയി. ലയയുടെ കരച്ചിൽ കേട്ട് സുജാത ഓടി സിറ്റൗട്ടിലെത്തി. അരുണിൻ്റെ കാർ ഇളകി പോകുന്നത് സുജാത കണ്ടു. സുജാത പൊട്ടിക്കരഞ്ഞു. തച്ചോട്ട് വീടിനു മുമ്പിൽ നിന്ന കാറിൽ നിന്ന് അരുൺ ലയയുടെ കൈ പിടിച്ചു വലിച്ച് ഹാളിലേക്ക് കയറ്റി. പ്രമീളയും ഹൈമവതിയും അവിടെ ഉണ്ടായിരുന്നു. പോയവളെ പിന്നെയും കൊണ്ടുവന്നിരിക്കുന്നു, നാണം കെട്ടവൻ. ഹൈമവതി പരിഹാസം ചൊരിഞ്ഞു. അരുൺ അവളുടെ കൈവിടാതെ മുകളിലേക്ക് കൊണ്ടുചെന്ന് മുറിയിലേക്ക് വലിച്ചു കയറ്റി. നീ എന്താടി കരുതിയത്? ഞാൻ കോംപ്രമൈസിന് വരുമെന്നോ? എൻ്റെ പട്ടി വരും. ഇതുകൊണ്ട് നീ നന്നായി പഠിച്ചു വെച്ചോ. എൻ്റെ പിടിയിൽ നിന്ന് ഈ ജന്മം നിനക്ക് രക്ഷപ്പെടാൻ കഴിയില്ല. അവൻ പിടിവിട്ട് ലയയുടെ കവിളിൽ കുത്തിപ്പിടിച്ചു. നിന്നെ ഞാൻ പുറന്തള്ളുന്ന ഒരു ദിവസം വരും. അവളെ അവൻ ബെഡിലേക്ക് തള്ളി. നിന്റെ ഭർത്താവ് ഞാനാണെങ്കിൽ നിന്നെ കൊണ്ടുപോകാൻ ഒരുത്തനും ഈ വീടിൻ്റെ പടി കയറില്ല. നീ അവിടെ കിടക്ക. അരുൺ പുറത്തിറങ്ങി വാതിൽ വലിച്ചടച്ചു. ലയ ബെഡിലിരുന്ന് കിതച്ചു. അയാളുടെ കയ്യിൽ നിന്നിനി തനിക്കൊരു രക്ഷപ്പെടലില്ല. അഭയം തേടാൻ തനിക്കൊരു വീട് പോലുമില്ല. കുറേ നേരം അവൾ അതേ ഇരിപ്പ് തുടർന്നു. അയാൾക്ക് മുന്നിൽ കീഴടങ്ങുന്നതിനേക്കാൾ ഭേദം മരണമാണ്. ലയ എഴുന്നേറ്റ് ചെന്ന് വാതിലിൻ്റെ കുറ്റി പിടിച്ചിട്ടു. അലമാര വലിച്ചു തുറന്ന് സാരിയെടുത്തു. പിന്നെ എല്ലാം വേഗത്തിലായിരുന്നു. അവളുടെ മനസ്സിൽ ഒറ്റ ചിന്ത മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ. ഫാനിൽ കെട്ടിയ സാരിയുടെ മറുതുമ്പ് കസേരയിൽ കയറി കുരുക്കിട്ടു. നിസ്സഹായയായ ഒരു പെണ്ണിനുള്ള ഏക സ്വാതന്ത്ര്യം മരണമല്ലാതെ മറ്റെന്താണ്? ലയ കസേരയിൽ നിന്ന് സാരിത്തുമ്പിലെ കുരുക്ക് കഴുത്തിലിട്ടു. ജീവിതം ഇവിടെ തീരാൻ പോവുകയാണെന്ന് അവൾ ഓർത്തു. ധൃതി പിടിച്ചൊരു ആത്മഹത്യ അല്ല ഇത്. 24 വയസ്സുവരെയുള്ള ഒരു പെണ്ണിൻ്റെ ജീവിതം. പഠനത്തിൽ സ്കൂൾ തലം വരെ ഒന്നാമതായിരുന്നു. അലോപ്പതി ഡോക്ടറാവാൻ ശ്രമിച്ചുവെങ്കിലും അതുമാത്രം സാധ്യമാവാതെ പോയി. സ്വപ്നങ്ങൾ മാത്രം ബാക്കി വെച്ചു പോവുകയാണ്. കളങ്കിതയായിട്ടില്ലെന്ന ഒരു ചാരിതാർത്ഥ്യവുമുണ്ട്. ആ നിൽപ്പിൽ അവളുടെ മനസ്സിൽ വന്ന മുഖം ഭവാനിയുടേതായിരുന്നു. ഇഷ്ടപ്പെട്ടവനും ഭീരുവായിപ്പോയി. വീട്ടിൽ ചെന്നു കയറിയ പെണ്ണിനെ കൈയൊഴിഞ്ഞവൻ നട്ടിലില്ലാത്തവൻ തന്നെ. ലയ സാരിയിൽ മുറുകെ പിടിച്ച് ചാടാനായി കാൽപാദങ്ങൾ ഉയർത്തിയതും വാതിലിൽ തട്ടുന്ന ഒച്ച കേട്ടു. ലയ മോളെ, ഞാനാ, തങ്കമണി ചേച്ചി. അവൾ ചലിക്കാതെ നിന്നു. മോളെ, വേഗം വാതിലൊന്ന് തുറക്ക്. അവരൊക്കെ ഹൈമവതിയുടെ മുറിയിൽ ചർച്ചയില്ല. ആരും കാണാതെയാ ഞാൻ വന്നത്. അടക്കിയ സ്വരം വാതിലിൻ്റെ വിടവിലൂടെ അകത്തേക്ക് വന്നു. അവർ തിരിച്ചു പോകാൻ വേണ്ടി അവൾ കാത്തു. എൻ്റെ കുട്ടി, ഒരത്യാവശ്യ കാര്യം പറയാനാ. ഭവാനിയാ എന്നെ ഇങ്ങോട്ട് അയച്ചത്. അവൻ എന്തോ മോളോട് പറയണമെന്ന്. ഒന്ന് വേഗം വാതിൽ തുറക്കുമോളെ. ഈ നേരത്ത് ഭവാനിക്കെന്തു പറയാൻ? അയ്യോ എൻ്റെ ഈശ്വരാ, വല്ല അവിവേകവും കാണിച്ചോ? വാതിലിൽ അടിക്കുന്ന ശബ്ദം കേട്ടതും കുരുക്ക് മാറ്റി ലയ താഴെ ഇറങ്ങി. അവൾ ചെന്നു വാതിൽ തുറന്നു. ഒരു പ്ലേറ്റിൽ ഭക്ഷണവുമായി തങ്കമണി വേഗം മുറിയിൽ കയറി വാതിൽ ചാരി. ഹോ, ഞാനങ്ങ് ഭയന്നുപോയി. ആശ്വാസത്തോടെ തങ്കമണി തിരിഞ്ഞതും ഫാനിൽ തൂങ്ങിയാടുന്ന കുരുക്ക് കണ്ട് നടുങ്ങി. എൻ്റെ ദൈവമേ, ഞാൻ ഒരു നിമിഷം വൈകിയെങ്കിൽ. എന്താ മോളെ നീ കാണിച്ചത്? തങ്കമണി ചേച്ചി, ഒച്ച വയ്ക്കുമെന്ന് പേടിച്ചിട്ടാ ഞാൻ താഴെ ഇറങ്ങിയത്. എനിക്കിങ്ങനെ ഒരു ജീവിതം വേണ്ട. എന്നെ മരിക്കാനെങ്കിലും ഒന്ന് അനുവദിക്ക്. ഒന്ന് പോ. എൻ്റെ മോളെ, മോൾ ഇവിടെ അനുഭവിക്കുന്ന ദുരിതമൊക്കെ ഭവാനിക്കറിയാം. അവൻ എൻ്റെ ചേച്ചിയുടെ മോനാ. എനിക്കെല്ലാം അറിയാം മോളെ. ഇതാ എൻ്റെ ഫോൺ. മോൾ അവനെ ഒന്ന് വിളിക്ക്. വിളിച്ചിട്ട് മോളെ കിട്ടാതെ വന്നപ്പോഴാ എന്നെ വിളിച്ചത്. ഒളിപ്പിച്ചു വെച്ച മൊബൈൽ ഫോൺ പുറത്തെടുത്ത് തങ്കമണി അവളുടെ കൈ പിടിച്ചു വച്ചുകൊടുത്തു. അവനെ ഒന്ന് വിളിക്കുമോളെ. തങ്കമണി ഓടിച്ചെന്ന് കസേരയിൽ കയറി സാരിത്തല പഴിക്കാൻ തുടങ്ങി. ലയയുടെ കയ്യിലിരുന്ന സെൽ റിങ് ചെയ്തു. അതിൽ ഭവാനിയുടെ പേര് കണ്ടു. അവനാ, എടുക്കുമോളെ.
സാരിത്തല പഴിക്കവേ തങ്കമണി യാചിച്ചു. ലയ കോളെടുത്തു. നിനക്കെന്താ ഭവാനി ഇപ്പം എന്നോട് പറയാനുള്ളത്? നീ ഒന്നു മനസ്സ് വച്ചിരുന്നെങ്കിൽ ഞാൻ ഈ നരകത്തിൽ വരില്ലായിരുന്നു. ഇവിടെ നിന്ന് സ്വയം രക്ഷ നേടാനും നീ എന്നെ സമ്മതിക്കില്ലേ? ലയ. അതെ, കഴുത്തിൽ കുരുക്കുമുറുക്കി നിന്നതാ ഞാൻ. സാരിയുമായി തങ്കമണി ഇറങ്ങി വന്നു. എൻ്റെ മോനെ, നീ ആ സമയത്ത് എന്നെ വിളിച്ചിരുന്നില്ലെങ്കിൽ സാരിത്തുമ്പിൽ തീർന്നേനെ. തങ്കമണി അവൻ കേൾക്കാൻ വേണ്ടി പറഞ്ഞു. ലയ, നിന്നെ അരുൺ പിടിച്ചുകൊണ്ടുപോയ വിവരം ഞാൻ അറിഞ്ഞു. അവൻ്റെ മുന്നിൽ തോറ്റുകൊടുക്കരുത്. നീ ഒരു പെണ്ണാണെന്ന് തെളിയിച്ചു കൊടുക്കണം. നിന്റെ കൗൺസിലിംഗ് എനിക്ക് വേണ്ട, തെളിയിച്ചു കൊടുക്കണം പോലും. ഈ ജന്മം അയാളുടെ കയ്യിൽ നിന്ന് എനിക്ക് രക്ഷപ്പെടാനാവില്ല. എന്നെ സഹായിക്കാൻ എനിക്ക് അച്ഛനില്ല, സഹോദരനില്ല, എൻ്റെ അമ്മയ്ക്ക് പോലും ശബ്ദമില്ല. അയാൾ എന്നെ പിച്ച് ചീന്തുന്നതിന് മുൻപ് ഞാൻ എൻ്റെ ജീവൻ വെടിയും. അതിൻ്റെ പേരിൽ അയാൾ ശിക്ഷ അനുഭവിക്കും. അവൾ പതയോടെ പറഞ്ഞു. നീ മനസ്സിൽ കാണുന്നത് എന്താണെന്ന് എനിക്ക് മനസ്സിലായി. ഭർതൃഗൃഹത്തിൽ നവവധു തൂങ്ങി മരിച്ചതിൻ്റെ പേരിൽ അവൻ അകത്താവും. കുറച്ചുകാലം മീഡിയയിലൊക്കെ ലയക്കേസ് കത്തി നിൽക്കും. കൊലപാതകമായി ചിത്രീകരിക്കപ്പെടും. അരുൺ അറസ്റ്റിലായെന്നും വരും. പോസ്റ്റ്മോർട്ടം റിപ്പോർട്ട് വരുന്നതോടെ ചിത്രം മാറി മറിയും. പണവും സ്വാധീനവും ഉപയോഗിച്ച് അവൻ ഊരിപ്പോരും. അവൻ്റെ ജോലി പോകുന്നതിനപ്പുറം ഒന്നും സംഭവിക്കാൻ പോകുന്നില്ല. ലയ മിണ്ടാതെ നിന്നു. നിനക്ക് ജീവിച്ചിരിക്കെ തന്നെ അവനെ അകത്താക്കാൻ പറ്റിയാലോ? നിന്നെ കോവളത്ത് വെച്ച് അവൻ തല്ലുന്നതിൻ്റെ വീഡിയോ സോഷ്യൽ മീഡിയയിൽ ആരോ പോസ്റ്റ് ചെയ്തിട്ടുണ്ട്. ഞാനത് സേവ് ചെയ്ത് വച്ചിരിക്കുക. നിന്റെയും അവൻ്റെയും മുഖങ്ങൾ വ്യക്തമല്ലാത്തതുകൊണ്ട് ആർക്കും ആളെ മനസ്സിലായിട്ടില്ല. ചെറിയമ്മയോട് കാര്യങ്ങളൊക്കെ ഞാൻ പറഞ്ഞിട്ടുണ്ട്. ചെറിയമ്മ നിന്റെ കൂടെ നിൽക്കും. അവൻ്റെ തനി നിറം പുറലോകം അറിയണം. നീ ചെയ്യേണ്ടത് അതാണ്. അതല്ലാതെ നിന്റെ ജീവിതം ഒരു മുഴം തുണിയിൽ തീർത്തു കളയുകയല്ല. നീ ഇതിന് തുനിഞ്ഞാൽ സ്ത്രീധനത്തിൻ്റെ പേരിൽ പീഡിപ്പിക്കപ്പെടുന്ന പെൺകുട്ടികൾക്ക് ഒരു മാതൃകയാവും. തങ്കമണി വാതിൽക്കൽ ചെന്ന് എത്തി നോക്കിയിട്ട് ഓടി വന്നു. നീ എന്തിനു മരിക്കണം? ആത്മാഭിമാനമുള്ള ഒരു പെണ്ണായി ജീവിച്ചു കാണിക്കണം. അവൻ്റെ കൊള്ളരുതായ്മകൾ പുറത്തു വന്നാൽ നിനക്ക് ഡിവോഴ്സ് കിട്ടും. പിന്നെ എന്തധികാരത്തിൽ അവൻ നിന്റെ പിന്നാലെ വരും? ലയയ്ക്കൊരു ആത്മബലം തോന്നി. ഞാൻ എന്തു ചെയ്യണമെന്നാ ഭവാനി പറയുന്നത്? അവൻ്റെ വാക്കുകൾ അവളുടെ കാതിലേക്ക് വീണുകൊണ്ടിരുന്നു. അടുത്ത ലക്കത്തിൽ തുടർന്നു കേൾക്കാം. ദയവായി എല്ലാവരും ഈ ചാനൽ സബ്സ്ക്രൈബും ഷെയറും ചെയ്യണമെന്നും വീഡിയോ ലൈക്ക് ചെയ്യുന്നതിനോടൊപ്പം അഭിപ്രായങ്ങളും നിർദ്ദേശങ്ങളും കമൻസിലൂടെ ഞങ്ങളെ അറിയിക്കണമെന്ന് അപേക്ഷിക്കുന്നു. മുരളി നെല്ലനാട് നോവൽസിന് വേണ്ടി പ്രവീണ.